ശ്രീകുമാർ, ഇതിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ പോകുവാൻ താല്പര്യപ്പെടാത്തവരാണ്. കോൺഗ്രസേ ഉള്ളൂ പോകണം എന്ന് അകത്ത് മുറിച്ച് ആദ്യം തന്നെ പറഞ്ഞയാൾ. ഞങ്ങൾ പോകും എന്ന് ആദ്യം തന്നെ പറഞ്ഞത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഇന്ത്യ മുന്നണിയിലുള്ളത് ദേശീയ കക്ഷികൾ എത്രയുണ്ട് മഞ്ജുഷേ? ദേശീയ കക്ഷികൾ വളരെ കുറവല്ല. ഇപ്പൊ മമതയുടെ പാർട്ടി ആണെങ്കിലും നിതീഷ് കുമാറിന്റെ പാർട്ടി ആണെങ്കിലും SP ആണെങ്കിലും ലല്ലുവിന്റെ പാർട്ടി ആണെങ്കിലും ഒക്കെ ഒരു പ്രാദേശികമായി നിൽക്കുകയാണ്. കോൺഗ്രസ് ഇപ്പൊ ഷാബു പ്രസാദ് നേരത്തെ പറഞ്ഞു കോൺഗ്രസ് 89-ല് ഇങ്ങനൊരു ഹിന്ദുത്വ സമീപനം എടുത്തപ്പോ പടിയടച്ച് പിണ്ഡം വെച്ചെന്ന്. അദ്ദേഹം മറന്നുപോയോ? ഇന്ദിരാഗാന്ധി കൈപ്പത്തി ചിഹ്നം തെരഞ്ഞെടുത്തിട്ട് പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടാണ് ഡൽഹിക്ക് പോയത്. ഇന്ദിരാഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. അതൊക്കെ മറന്നുപോയോ? കോൺഗ്രസ് എക്കാലത്തുണ്ട്. കമലാവതി ത്രിപാഠിയെ മറന്നോ? നമ്മള് UP-യിലത്തെ കമലാവതി ത്രിപാഠി റെയിൽവേ മന്ത്രിയായിരുന്നത്. എവിടെയാണെങ്കിലും ഹിന്ദുത്വ നിലപാടുമായിട്ട് അദ്ദേഹം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയാലും കേന്ദ്ര റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമുക്കറിയാമല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാ നേതാക്കളും അനുവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ പരീക്ഷണം, തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയ പരീക്ഷണം വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു ആ ഒരു നിലപാടുള്ള ആളായിരുന്നില്ല. അല്ല, നെഹ്റുവിന്റെ അപ്പൊ സോമനാഥ ക്ഷേത്രത്തിലെ നെഹ്റുവിന്റെ ആ കാലത്തെ നിലപാട് അറിയാമല്ലോ. അതൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഗതിയിൽ 1947 മുതലേ കൂട്ടും മാറുകയല്ലേ. 2014 BJP അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഹിന്ദുത്വം ഉപയോഗിച്ച് തന്നെ നേരിട്ട് BJP-യെ ചേർത്ത് തോൽപ്പിക്കുക, ആ ഒരു അജണ്ടയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. പക്ഷെ അത് കോൺഗ്രസോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം അവിടെ വന്നിരിക്കുന്നത്. അതാണല്ലോ ഇന്ത്യ മുന്നണിയിൽ ഈ തർക്കമുണ്ടാകുവാനും കാരണം. അല്ലല്ല, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ കോൺഗ്രസിനെ കുറിച്ച് ഷാബു പ്രസാദ് പറഞ്ഞതിന് ഞാൻ ഒരു വിശദീകരണം നൽകുന്നുള്ളൂ. ഒന്ന് വഴങ്ങുമോ? ഒരൊറ്റ ചോദ്യം, ഒറ്റ ചോദ്യം ഒന്ന് വഴങ്ങുമോ? ശരി ഷാബു പറഞ്ഞോളൂ. അയോധ്യയിൽ ഇപ്പോൾ ഈ രാമക്ഷേത്രം ഉയരുന്നത് നന്നായോ ഇല്ലയോ? അതിനെപ്പറ്റി താങ്കളൊന്ന് ഒരു അഭിപ്രായം പറയാമോ? ആദ്യത്തെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുന്നത് നന്നായോ ഇല്ലയോ എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് ചോദിച്ചതെങ്കിൽ അല്ലല്ല, അത് കോൺഗ്രസ് ആണ് പറയേണ്ടത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. രാമക്ഷേത്ര നിർമ്മാണത്തിന് കോൺഗ്രസിന്റെ ആ ദക്ഷിണേന്ത്യക്ക് അപ്പുറത്തുള്ള ഒരുപാട് നേതാക്കളെ കൂപ്പൺ അടിച്ച് അതിന് സംഭാവന കൊടുത്തിട്ടുണ്ടെന്ന് ഷാബു പ്രസാദിന് അറിയാമല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര പാർട്ടിയാകുമ്പോൾ ഹിന്ദുക്കൾ കൂടുതലുണ്ടെന്ന്, ന്യൂനപക്ഷമുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ അത് നമ്മളെ ആ രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിച്ചിട്ട് കാര്യമില്ല. സമസ്ത മുഖപ്രസംഗം എഴുതിക്കൊണ്ട് കോൺഗ്രസിന് നിലപാട് മാറ്റാൻ പറ്റുമോ? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ നിലപാടൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോൺഗ്രസ് BJP-യെ പരാജയപ്പെടുത്തണമെന്നൊക്കെ ചില സമീപനങ്ങൾ എടുത്തേ പറ്റുള്ളൂ. ഇപ്പൊ ശ്രീ ഹക്സറോടെ പറഞ്ഞു BJP ആണ് മുഖ്യശത്രു എന്ന്. ഇവിടെ CPM-ന് അല്ല, CPM-ന് മുഖ്യശത്രു കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് കേരളം മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ, ബാക്കി ഒന്നുമില്ല. അവരെ സംബന്ധിച്ചോളം മോദി ഭരിച്ചാലും രാഹുൽ ഗാന്ധി ഭരിച്ചാലും വിഷയമല്ല. സമീപകാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമാണല്ലോ കോൺഗ്രസ് അതേ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പരാജയമാണ് സംഭവിച്ചത്. മധ്യപ്രദേശിൽ കണ്ടതാണ്. അല്ലല്ല, അത് വ്യത്യാസമുണ്ട് എന്റെ മഞ്ജുഷ. അതായത് ഉദാഹരണം പറയാം. മധ്യപ്രദേശിൽ സംഭവിച്ചത് സാധാരണ രീതിയില് കമൽനാഥിന്റേതായ ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അത് വേറെ വിഷയങ്ങളുണ്ട്. കാരണം അതിൽ ബജ്രംഗ് ദൾ വന്ന് പൊക്കി കാണിച്ചതും അതുപോലെ ഹിന്ദുക്കളെ കൂടുതൽ ആകർഷിച്ചതൊക്കെയാണ് എടുത്തു പറയുന്നത്. പക്ഷെ സത്യത്തിൽ അതൊന്നും അല്ല. യഥാർത്ഥ സംഭവം അതൊന്നുമല്ല. അവിടുത്തെ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അങ്ങനെ വന്നു പോയത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, വോട്ടിംഗ് ശതമാനം നോക്കണം എന്നുള്ളത്. എത്ര വോട്ടാണ് ഓരോരുത്തരും ജയിച്ചതെന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. രാജസ്ഥാനിൽ എന്തുകൊണ്ടാന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ അതിനൊക്കെ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വെട്ടൊന്ന് മുറിരണ്ട് എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. രാമക്ഷേത്രത്തിൽ ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല കോൺഗ്രസിന്. നാളെ ഒരു ക്രിസ്ത്യൻ പള്ളി പണിതാലും കോൺഗ്രസ് അവിടെ പോകും. മഞ്ജുഷ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭാ നേതാക്കളെ വിളിച്ചൊരു വിരുന്ന് കൊടുത്തില്ലേ? ആ വിരുന്നിൽ എല്ലാ ക്രൈസ്തവ നേതാക്കളും പോയപ്പോൾ അതിന് ആദ്യമായിട്ട് പ്രതിഷേധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. ആദ്യം ഉണ്ടായത് ബിനോയ് വിശ്വത്തിൽ നിന്നാണ്, CPM-ൽ നിന്നല്ല. അപ്പൊ അവിടെ അങ്ങനെ പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിന്റെ സഭാ നേതാക്കളാണ് പോയത്. മണിപ്പൂർ വിഷയം അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കോൺഗ്രസിന്റെ കാര്യം വരുമ്പോഴാണ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ കുതിരയെന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ മേൽ കുതിര കയറിയെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു എന്നാലോ BJP-യെ തോൽപ്പിക്കണം, അതിന് തന്ത്രം രൂപീകരിക്കണം, അത് പറ്റില്ല. അപ്പോഴേക്കും പിന്നെ ന്യൂനപക്ഷ വിരുദ്ധമായി മൃദു ഹിന്ദുത്വം എന്നുള്ള ഞാൻ എപ്പോഴും തള്ളിക്കളയുന്നതാണ്. അങ്ങനെ ഒരു ഹിന്ദുത്വം ഇല്ല. കാരണം ഹിന്ദുക്കളെ എന്ന് പറഞ്ഞാൽ മൃദു എന്നൊന്നും തീവ്രമൊന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസിലെ ഹിന്ദുക്കളുണ്ട്.
ശബരിമലയിൽ പോകുന്നതിൽ ഞങ്ങളുടെ ആളുകളുണ്ടെന്ന് CPM ഇപ്പൊ പറഞ്ഞു തുടങ്ങിയില്ലേ? ജി സുധാകരൻ എത്രയോ ഹൈന്ദവ സംഘടനകളുടെ ഹൈന്ദവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി, ഈ വിദ്യാരംഭം അടക്കം. അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ നടക്കുക. അപ്പോൾ അതൊന്നും മൃദു സമീപനം സ്വീകരിച്ചാണോ? ജി സുധാകരൻ മൃദു സമീപനം സ്വീകരിച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പോലും പറഞ്ഞ ഞാൻ കേട്ടില്ല. ഈ നമ്മുടെ ഷാബു പ്രസാദ് അടക്കം പറഞ്ഞ് ഞാൻ കേട്ടില്ല. കോൺഗ്രസിലെ ഒരാൾ ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അത് മൃദു സമീപനമായി. AK ആന്റണിയുടെ ന്യൂനപക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹത്തെ എന്താണ് പറയാ, വധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് എക്കാലത്ത് നിലപാടുകളുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, BJP എങ്ങനെ നേരിടണം, അത് ഒരു ആയുധം കൊണ്ട് മറിച്ച് നേരിടണോ? എങ്കിൽ ആയുധം കൊണ്ട് തന്നെ നേരിട്ടേ പറ്റൂ. ഇവിടെ ഇപ്പൊ ഷാബു പ്രസാദ് ഒരു ഭയപ്പാടാണ് ഞാൻ കാണുന്നത്. കാരണം കോൺഗ്രസ് പോയാൽ തകരുമെന്ന് അദ്ദേഹം പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാ? അപ്പൊ അദ്ദേഹം ഭയക്കുന്നു. BJPയുടെ വക്താവ് അല്ലെങ്കിൽ പോലും BJPയെ ഇഷ്ടപ്പെടുന്ന ഷാബു പ്രസാദ് ഭയക്കുകയാണ്. കോൺഗ്രസ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പൂജയ്ക്ക് പോകാൻ പാടില്ല. അവിടെ ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭയപ്പാടിലാണോ ശ്രീ ഷാബു പ്രസാദ്?